വാൽപ്പാറയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള എൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ചോദിച്ചപ്പോഴാണ് ഒരാൾ എന്നോടൊരു പള്ളിയുടെ ഒരു കാര്യം പറഞ്ഞു. കറുമലൈ വേളാങ്കണ്ണി പള്ളി. അപ്പോൾ പേരിൽ തന്നെ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. കാരണം വേളാങ്കണ്ണി എന്നുള്ളൊരു പള്ളി ഓൾറെഡി തമിഴ്നാട്ടിലുണ്ട്. പിന്നെ വേറൊരു ഗ്രാമത്തിൽ വേറെ അതേ പേരിലൊരു പള്ളി എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണാനായിട്ട് തോന്നി. അങ്ങനെ ഒരു ബസ്സും പിടിച്ചിട്ടുള്ള ഒരു പോക്കാണിത്. ആ വഴിയിലൂടെ പോയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം അത്രയ്ക്ക് രസമായിട്ടുള്ളൊരു സീനറികളൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ പുള്ളി. ഞാൻ എൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ആൾ ചെയ്തു തന്നു കേട്ടോ. കാരണം ആളോട് യാത്ര പറഞ്ഞു ഞാൻ കറുമല സെൻറ്ററിൽ ഇറങ്ങി. ആ നേരെ കാണുന്നത് ഒരു തേയില ഫാക്ടറിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അവിടെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഗ്രാമമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ പള്ളി കാണാനായിട്ട് വന്ന് ഞാൻ ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ട് മയങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ മതി. കാലത്ത് തന്നെ ആയതുകൊണ്ട് അവിടെ നേരെ ഒരു ചായക്കട കണ്ടുപിടിച്ച് ആ ചായക്കടയിൽ പോയി അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ കുറച്ച് കൊച്ചു വർദ്ധാനം പറയലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ടല്ലോ. ഈ മീശക്കാരനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ആളുടെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചായക്കടയുടെ ഉൾവശം. എന്നെ പണിട്ട് இருக்க അങ്ങനെ ചായക്കടയുടെ അകത്ത് പോയപ്പോഴാ എനിക്കുള്ള കാപ്പി വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചും കാപ്പിയെ കുടിക്കുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വരുമ്പോൾ കാപ്പി കുടിക്കണം. ഒരു പ്രത്യേക ടേസ്റ്റാണ് അവിടുത്തെ കാപ്പിക്ക്. അങ്ങനെ വീണ്ടും നമ്മൾ പള്ളിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറെ കുറച്ച് കാഴ്ചകൾ കണ്ടു. അതൊന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഞാനിപ്പോൾ ഉള്ളത് വാൽപ്പാറയിലെ കർമ്മലൈ എന്ന് പറയുന്നൊരു വില്ലേജിലാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ. ഞാനിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, കർമ്മലൈ പള്ളി, കർമ്മലൈ വേളാങ്കണ്ണി പള്ളി അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ പള്ളി കാണാനായിട്ടാണ് വന്നത്. പക്ഷേ ഈ ഗ്രാമം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്തൊരു രസമാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ തേയില നുള്ളണ കുറച്ച് ആൾക്കാരെ കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനത് കാണിച്ചു തരാം. அக்கா வணக்கம். பேர் என்ன? ராஜேஸ்வரி. ராஜேஸ்வரி. இந்த இது ஏது எஸ்டேட்டுக்காக கட் பண்ணி? கர்மலை எஸ்டேட்டுக்காக. ஆஹா. காலையில எப்போ ஸ்டார்ட் பண்ணிடும்? 8 மணி. 8 மணி. 8 மணி இருந்து எவ்வளவு டைம்? 8 மணில இருந்து 11. ஐயா வராரு. வர பேசுறாரு. കറുമലൈ വേളാങ്കണ്ണി പള്ളി. ഇവിടെ ഒരു വേളാങ്കണ്ണി പള്ളി ഉണ്ടെന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു അത്ഭുതമാണ് തോന്നിയത്. അങ്ങനെയാണ് ഞാനന്ന് അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ കറുമലൈ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് വന്നത്. രാവിലെ തന്നെ അവിടെ നിന്ന് ബസ് കയറിയ ബസ്സിലുള്ള കാഴ്ചയൊക്കെ കണ്ട് ഞാനിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അത്രയ്ക്ക് രസമാണ് ഈ ഗ്രാമം. അവിടെയാണ് കറുമലൈ വേളാങ്കണ്ണി പള്ളി. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ തന്നെ ചെറിയൊരു കോവിലുണ്ട്. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. പള്ളി, കോവിൽ എല്ലാം ഒത്തൊരുമിച്ച് പോകുന്ന അതിസുന്ദരമായൊരു ഗ്രാമം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടേക്ക് വരണട്ടോ. ഈ വഴി നിങ്ങൾക്ക് പൊള്ളാച്ചിക്കൊക്കെ പോകാനായിട്ട് എളുപ്പമുണ്ട്. എന്നാൽ ഈ വഴി ഒന്ന് വരാനായിട്ട് ശ്രമിച്ചോളൂ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമുക്ക് എന്തായാലും പള്ളിയിലേക്ക് പോകാം.
ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് എത്താനായിട്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് കറക്റ്റായിട്ട് എനിക്ക് എണ്ണാനായിട്ട് പറ്റിയില്ല. പക്ഷെ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായില്ല. പക്ഷെ പള്ളി കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. പിന്നെ ഈ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ളൊരു പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആകർഷണം കൂടും. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് പള്ളിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിച്ചവർക്കും ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ലോകത്തിലെ തന്നെ 2ാമത്തെ ലൂർദ് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത് തന്നെ. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നന്ദി സൂചകമായിട്ട് ആളുകൾ സമർപ്പിച്ചിട്ടുള്ള പല നേർച്ചകളുടെയും വിവരങ്ങളൊക്കെ ഉണ്ട്. പള്ളി വളരെ ചെറുതാണ്, പക്ഷേ എന്നാലും എന്താ പറയുക, ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഗ്രഹമൊക്കെ കിട്ടിയിട്ടുള്ളൊരു പള്ളിയാണ്. അപ്പം ഞാനും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവാനായിട്ട്. നടക്കുമെന്ന് വിചാരിക്കാം. ഞാൻ നേരത്തെ നിങ്ങളെ ചെറിയൊരു തോട് കാണിച്ചു തന്നില്ലേ, ചെറിയൊരു വെള്ളച്ചാട്ടം. അത് നമ്മുടെ ഈ പള്ളിയുടെ മുൻപിലൂടെയാണ് കേട്ടോ ഒഴുകുന്നത്. ശരിക്കും അങ്ങോട്ട് പോകാനായിട്ട് പാടില്ല, പക്ഷേ ഇപ്പോൾ വെള്ളം ഇച്ചിരി കുറവായതുകൊണ്ട് റിസ്ക് എടുത്ത് നിങ്ങളെ ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഞാനങ്ങ് പോവാണ്. ഭയങ്കര രസമാണ് മുകളിൽ നിന്ന് ഈ കാഴ്ചയൊക്കെ ഒന്ന് കാണാനായിട്ട്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിലൊന്ന് പോയിട്ട് വരാം. ഞാൻ പോയില്ലേ വെള്ളച്ചാട്ടം, അവിടേക്ക് പോകുമ്പോൾ ഭയങ്കര അപകടമുള്ളൊരു സ്ഥലമാണ്. അതെന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷകാലമാകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളം ഒരുപാട് നിറഞ്ഞു ഒഴുകുന്ന ഭയങ്കര തെന്നലാണ്. ശരിക്കും പാറയൊക്കെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഭയങ്കര ഭംഗിയിൽ പോളിഷ് ചെയ്ത പോലെ ഇരിക്കുന്നു. അപ്പോൾ വെള്ളമുള്ള സമയത്ത് ഇവിടെ ആരും വന്നാലും ഇറങ്ങാനൊന്നും നിൽക്കരുത്, കാരണം കാലൊന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നിപ്പോകും. അങ്ങനെ കറുമലൈ പള്ളിയുടെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ തിരിച്ചു പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഒരു വെള്ളം കുടിക്കാനായിട്ട് കയറിയതാണ്. അപ്പോൾ ആ കടക്കാരൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പുള്ളിക്ക് അവരുടെ നാടിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ. இந்தியில ஆள் நிறைய இருந்தாங்க, இப்போ ஆள் கிடையாது. எஸ்டேட்டில் எல்லாம் ஆள் போயாச்சு. எங்கே போயாச்சு? இல்லை நம்ம கீழே கோயம்புத்தூர், திருப்பூர், வெளி வேலைக்கு எஸ்டேட் வேலையை யாரும் விரும்புறதில்லை. இப்போ மிந்தி 2000 இந்த இடத்துல இப்போ 150-200 தான் இருக்கு. என்ன பஜார்லாம் மிந்தி ஜேன்னு இருக்கும், வெறிச்சோடி கிடக்கு. சும்மா கடைக்காரன் மட்டும் தான் கடையை காத்து கிடக்கு. நீங்கள் எவ்வளோ நாள் ஆச்சு இங்கே? எங்கே இங்கே இந்த வில்லேஜில் நீங்கள்? நான் 45-46 வருஷம் ஆச்சு. 46 வருஷம். 78 இருந்திருக்கேன். 78. என்ன ஸ்பெஷாலிட்டி இருக்குது இந்த வில்லேஜில்? டீ தான் பிஸ்னஸ், வேற என்ன டீ ஸ்பெஷாலிட்டின்னு என்ன? டீ ரொம்ப அதிகமான மழை பெய்யும். இப்போ மழையெல்லாம் கம்மி. இந்த ஜூன் மாசம்னா சாணு மழை பெய்யும், ஜூன் 1ஆம் தேதி. இப்போ இருக்க மழை பொழிவு கம்மி. கிளைமேட் எப்படி இருக்கு? கிளைமேட் இப்போ நல்லா இருக்கும். வெயில் காலத்துல வெயில் அதிகமா இருக்கும், மழை காலத்துல மழை அதிகமா இருக்கும், பனி காலத்துல பனி அதிகமா இருக்கும். எல்லாமே ஓவரா தான் இருக்கும். ஓவரா தான் இருக்கு. ஆமா. உங்க பேரு? என் பேரு ராமன்குட்டி. எப்படி இங்க வந்துடலாம் நமக்கு வால்பாறை வரும்போது? வால்பாறை ரொம்ப பொள்ளாச்சிலேருந்து பஸ்ஸில் தான் வரணும், காரில் வரலாம், 2 வீலர் வரலாம். வால்பாறையிலேருந்து இங்கே? வால்பாறையிலேருந்து பஸ்ஸு, காரு, ஆட்டோ இருக்கு, பஸ் இருக்கு. பஸ் ஒரு 1/2 ஹவருக்கு ஒரு பஸ் இருக்கு. ஓகே, அது வந்து இங்கே சுற்றி பார்த்து திரும்பி போகலாம். சுற்றி பார்த்து போகிறதுக்கு நம்ம தான் போகணும். சுற்றி பார்த்து போனால் நம்ம காரில் வர்றது தான் பெட்ரு. பஸ்ஸில் வந்து அங்கே இறங்கணும், வேற எங்கேயும் போக முடியாது. நம்ம நடந்து தான் போய் பார்க்கணும். அதெல்லாம் ஒன்றும் 2 வீலரில் ஒன்றும் 2 வீலரு, காரு. தேங்க்ஸ் அண்ணா. ரைட்டு, ரொம்ப நன்றி.